കൈമാൻ വർക്കിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 5 വീഡിയോകളിലായി കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അത് കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, അതൊന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. പിന്നെ ഓരോ ടോപ്പിക്കുകളുടെയും PYQs നമ്മൾ നല്ല വൃത്തിയായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പഠിക്കാം. അപ്പോൾ ഈ PYQസിന് തന്നെ ഒരു സെപ്പറേറ്റ് ബുക്ക് കീപ്പ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും PYQs സെപ്പറേറ്റ് ആയിട്ട് അതിൽ എഴുതുക, എന്നിട്ട് കറക്റ്റ് ഫോളോ ചെയ്ത് പോവുക. എപ്പോഴും നമ്മുടെ ഒരു നട്ടല് പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, മറക്കണ്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു എന്ന് അർത്ഥമാകുന്നത്, അല്ലേ? കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. ഓരോ പരീക്ഷകൾക്കും അതിൻ്റെ PYQs ആണ് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലേ? എന്നാലേ ആ പരീക്ഷയെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ SSCയുടെ എക്സാം എഴുതുന്നവരാണ്, SSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണം. അതെങ്ങനെയാണ് ചോദ്യം വരുന്നത്, അതിൽ എത്രത്തോളം എനിക്ക് പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാവാൻ അതാ സഹായിക്കുന്നത്. അതുപോലെ PSC പരീക്ഷകൾ എഴുതുന്ന ആളുകൾ ഇതാണ് നോക്കേണ്ടത്, PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഇതിപ്പം ഞാൻ ഡിഗ്രി ലെവലിൽ മാത്രമായിട്ടുള്ളതല്ല, 10th, LGS, 12th ലെവല്, ഡിഗ്രി ലെവല് എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോസ് ചെയ്യുന്നത്. എല്ലാ എക്സാമിന് പഠിക്കുന്നവരും ഇത് നോക്കണം. ഇപ്പോൾ LGS ലെവലിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം ചിലപ്പം ചില എക്സാമുകൾക്ക് നല്ല ലെവൽ കൂടി വരാറുണ്ട്, അത് LGS എക്സാം ആണെങ്കിൽ പോലും. ഇനി ചില ഡിഗ്രി ലെവൽ എക്സാമുകൾ നോക്കുന്നവർ ഞാൻ LGSൻ്റെ ചോദ്യം നോക്കുന്നില്ല എന്ന് പറയരുത്. LGS പരീക്ഷകൾക്ക് നല്ല ലെവലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ ആളുകൾ ഈ LGSൻ്റെ ചോദ്യങ്ങൾ നോക്കാതെ പോയാൽ ചിലപ്പം നല്ല ക്വസ്റ്റ്യൻസ് കിട്ടാതായി പോകും. അപ്പോൾ ഏത് എക്സാമിന് പഠിക്കുന്നവരാണെങ്കിലും എന്ത് ചെയ്തോണം, ഫുള്ള് PSCക്ക് മാത്സിൽ നിന്ന് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും പഠിച്ചോണം. അവിടെ എക്സാമിൻ്റെ ഒരു വേർതിരിവ് കാട്ടേണ്ട ആവശ്യമില്ല. ശരി, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ നോക്കാം. ഇവിടെ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകെ 5 ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം അറിയാവുന്ന കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞോളുക. ഉത്തരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കാണുക. അറിയത്തില്ലാത്ത മാത്സ് ബുദ്ധിമുട്ടുള്ള എൻ്റെ പാവം കുട്ടികൾ ശ്രദ്ധിച്ച് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന, എനിക്ക് ഇഷ്ടത്തോടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ആക്ച്വലി ചെയ്യുന്ന ഒരു ജോലിയാണിത്. അതിൽ ലാഭം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ എനിക്ക് പ്രോത്സാഹനം വേണം. അതായത് ഞാൻ ചെയ്യുന്ന വർക്കിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ എനിക്ക് കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ഹരമാണ് ആക്ച്വലി. അതായത് നന്നായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ട്, സന്തോഷം ഉണ്ടാകുന്നുണ്ട്, പഠിക്കാൻ പറ്റുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ കടമ നിറവേറ്റി എന്നൊരു സംതൃപ്തി എനിക്കുണ്ട്. അതിനാണത് പറയുന്നത്, അതിൽ വേറെ ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ മക്കളെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയും. ഓക്കെ, അപ്പോൾ 15 ആളുകൾക്ക് 48 മണിക്കൂർ കൊണ്ട് ഒരു മതിൽ പണിയാൻ കഴിയും എങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ ഇത് തീർക്കാൻ എത്ര തൊഴിലാളികൾ വേണം? 30 മണിക്കൂർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ എത്ര തൊഴിലാളികൾ വേണം എന്നാണ് ചോദ്യം, അല്ലേ? N1 D1 = N2 D2 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പലരും പഠിച്ചിട്ട് കാണും. ഇക്വേഷൻ ഉപയോഗിക്കാതെ ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. എടുത്തെഴുതുക, കിടക്കുന്ന ഓർഡറിൽ ഗുണിക്കുക. 15 × 48, അതിനുണ്ട് നേരെ കിടക്കുന്നു, സോ നേരെ ഗുണിച്ചു, ഡിവൈഡഡ് ബൈ 30 താഴെ കിടക്കുന്നു, സോ ഹരിച്ചു. ഇവനെയും തട്ടിക്കളയാം 2 തവണ. 48/2 24 നമ്മുടെ ആൻസർ മക്കളെ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് വരുന്നത്. ചെയ്തത് ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം, എയും ബിയും ചേർന്ന്, ഓക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. 12 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. എയും സിയും ചേർന്ന് അതേ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. ബിയും സിയും ചേർന്ന് മക്കളെ, ബിയും സിയും ചേർന്ന് അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ ചോദ്യം, ബിക്ക് ഒറ്റയ്ക്ക് ഈ ജോലി തീർക്കാൻ എത്ര സമയം വേണ്ടി വരും? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. എയും ബിയും സിയും തന്നിട്ട്
എയും ബിയും സിയും ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണമെന്ന് പറഞ്ഞ് പഠിക്കാറുണ്ട് എപ്പോഴും, അല്ലേ? ഒത്തിരി കാണാറുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം ബി ഒറ്റയ്ക്ക് ജോലി തീർക്കാൻ എത്ര സമയം വേണം എന്നുള്ളതാണ്. ആ വ്യത്യാസം മനസ്സിലാവണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ എല്ലാ LCM കണ്ടാലോ? ഈ മൂന്നിൻ്റെയും കൂടെ LCM അല്ലേ ആകെ ജോലി എന്ന് പറയുന്നത്? ആണോ മക്കളെ? എത്രയാ അത്? 24 അപ്പം ആകെ അവിടെ 24 ജോലിയുണ്ട്. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 24/12 2, എയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 24/8 3, ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി 24/6 4 എന്ന് കിട്ടും, അല്ലേ? ഇതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ ഒരു മാർഗം നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ എയുടെയും ബിയുടെയും എഫിഷ്യൻസി അറിയാം, ബിയുടെയും സിയുടെയും അറിയാം, എയുടെയും സിയുടെയും അറിയാം. ഇതിൽ നിന്ന് 3 പേരുടെയും കൂടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി കാണാൻ എപ്പോഴും ഓർത്ത് വെച്ചോളുക മക്കളെ. ഇവരുടെ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുത്താൽ മതി എന്ന് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം കൂട്ടുമ്പം 9 വരും. 9/2 അതായത് 4.5 മക്കളെ ഇവരുടെ 3 പേരുടെയും കൂടെ എഫിഷ്യൻസി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന. അതിന് ബിയുടെ എഫിഷ്യൻസി നമുക്കറിയണം. ബിയുടെ എഫിഷ്യൻസി നമുക്കറിയണം, ആണോ? ബിയുടെ എഫിഷ്യൻസി എങ്ങനെയാണ് കാണുന്നത്? ബിയുടെ എഫിഷ്യൻസി കാണാനേ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറച്ചാൽ പോരെ മക്കളെ? ബാക്കിയുള്ളതല്ലേ ബിയുടെ എഫിഷ്യൻസി. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി എത്രയാ? 4.5 ആണോ? അതിൽ നിന്ന് എയുടെയും സിയുടെയും എഫിഷ്യൻസി കുറയ്ക്കണം. എയുടെയും സിയുടെ എഫിഷ്യൻസി എത്രയാ? 3 കണ്ടോ? അപ്പം ബിയുടെ എഫിഷ്യൻസി 1.5 കിട്ടും. ബിയുടെ എഫിഷ്യൻസി 1.5 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബി ഒരു ദിവസം കൊണ്ട് 1.5 ജോലി തീർക്കുന്ന ആളാണെന്നല്ലേ. അപ്പം ആകെയുള്ള 24 ജോലി ബിക്ക് തന്നെ തീർക്കാൻ 24/1.5 എന്ന് എഴുതിയാലേ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1.5 ഞാൻ 3/2 എന്നങ്ങ് എഴുതി. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട് സോൾവ് ചെയ്യാൻ. 24 × 3/2 തിരിഞ്ഞു വരും, 2/3 എന്നാകും, അല്ലേ? ഇതും വെട്ടിപ്പോകും. 8 × 2 നമ്മുടെ ആൻസർ 16 എന്നാണ് മക്കളെ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. എയും ബിയും 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. എയും സിയും 8 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ബിയും സിയും 6 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ഇതിൻ്റെ എല്ലാ LCM എടുത്ത് 24, അതാകെ ജോലി. ഇവരുടെയൊക്കെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾ പഠിച്ചു വെക്കണം കാണാതെ. ഇതിൽ നിന്നും എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കിട്ടാൻ എപ്പോഴും ഓർക്കുക, ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി എന്ന് പഠിച്ചു വെക്കുക. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി കിട്ടാൻ ഈ എഫിഷ്യൻസീസ് എല്ലാം കൂട്ടി പകുതി എടുക്കുക. സോ 9/2 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 4.5. എനിക്ക് ബി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്നറിയാൻ ബിയുടെ എഫിഷ്യൻസി കിട്ടണം. ബിയുടെ എഫിഷ്യൻസി കിട്ടാൻ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ആയ 4.5 എന്ന് എയുടെയും സിയുടെ എഫിഷ്യൻസി ആയ 3 കുറച്ചു. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 1.5 കിട്ടി. ഒരു ദിവസം 1.5 ജോലി തീർക്കുന്നയാളാ ബി. ബിക്ക് 24 ജോലി തീർക്കാൻ വേണ്ട സമയം 24/1.5, ആൻസർ 16 എന്ന് കിട്ടും. ഓക്കെ ആണോ? ശരി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4 പുരുഷന്മാരും 4 പുരുഷന്മാരും പ്ലസ് 8 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുവാണ് 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് ഇതേ ജോലി 12 ദിവസം കൊണ്ട് തീർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ 8 പുരുഷന്മാർക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് ആൻഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? 2 വലിയ ഇക്വേഷൻസ് തരും. ഇത് ഒന്നാമത്തെ, അല്ലെങ്കിൽ 2 വലിയ റിലേഷൻസ് തരും. ഇത് ഒന്നാമത്തെ റിലേഷൻ, ഇത് രണ്ടാമത്തെ റിലേഷൻ. 2 വലിയ റിലേഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും, അല്ലേ, മൂന്നാമതൊരു റിലേഷൻ കണ്ടുപിടിക്കാൻ. ഇവിടെ 2 വലിയ റിലേഷൻ തന്നിട്ട് 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന കണ്ടുപിടിക്കേണ്ടത്. ഇത്തരം ചോദ്യങ്ങൾ ചെയ്യാൻ ആദ്യം ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ എന്ന റിലേഷൻ കണ്ടുപിടിക്കണം. അത് ഞാൻ സാധാരണ ക്ലാസ്സിൽ പഠിപ്പിക്കാറ് ഇങ്ങനെ കുട്ടികളോട് പറയും. ഇത്തരം ചോദ്യങ്ങളിൽ ആൻഡ് കൺസെപ്റ്റുകളിൽ ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ, മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? ആദ്യം ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി മക്കളെ? 40 മൈനസ് ചിഹ്നം വരണം. പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എത്ര കിട്ടി? 36 ഈസ് ഈക്വൽ ടു. ഇനി അടുത്തത് ഇത് തമ്മിൽ ഗുണിക്കണം. 80 W, അല്ലേ?
മൈനസ് പിന്നെ ഇത് തമ്മിൽ ഗുണിക്കണം 84W. അതിൽ നിന്ന് 4M ഈസ് ഈക്വൽ ടു 4W എന്ന് കിട്ടും. അതിൽ നിന്ന് 1M ഈസ് ഈക്വൽ ടു 1W എന്ന് കിട്ടും. ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷൻ കിട്ടും. ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷനിലേക്ക് എത്തും. അപ്പോൾ ഈ റിലേഷൻ കണ്ടുപിടിക്കാൻ ചെയ്ത ടെക്നിക്ക് കാണാതെ പഠിച്ചു വെക്കുക. വേഗം നിങ്ങൾക്ക് ഒരു പുരുഷന് തുല്യം എത്ര സ്ത്രീ, ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും ആദ്യം ഇത് കണ്ടുപിടിക്കണം. ഇനി ഈ കണക്ക് പല രീതിയിൽ മുന്നോട്ട് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന രീതി ശ്രദ്ധിച്ച് ഒന്നാമത്തെ റിലേഷൻ മുന്നോട്ട് എടുക്കുവാണെങ്കിൽ 4M + 8W എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ദിവസം? 10 ദിവസം അല്ലേ? ഞാൻ ഇതിനെ മുഴുവൻ പുരുഷനിലേക്ക് മാറ്റാൻ പോവുക. അപ്പോൾ ഇത് ഓൾറെഡി 4 പുരുഷനാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. 8 സ്ത്രീക്ക് പകരം 8 പുരുഷനെ വെക്കാം. കാരണം ഒരു സ്ത്രീക്ക് തുല്യം ഒരു പുരുഷനാണ്. അപ്പോൾ ഇതാകെ 12 പുരുഷന്മാർക്ക് തുല്യമല്ലേ മക്കളെ? ആണ്. 12 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് നമുക്കറിയാം. എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 10. 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നത് കണ്ടുപിടിക്കാം. 12 പുരുഷന്മാർക്ക് 10 ദിവസമാണ്. 8 പുരുഷന്മാർക്ക് എത്ര ദിവസം? 12 × 10 ഡിവൈഡഡ് ബൈ 8 120/8. ആൻസർ 15 ദിവസം. ഞാൻ ചെയ്ത ടെക്നിക്ക് മനസ്സിലായോ? ഇനി ഇവരുടെ എഫിഷ്യൻസി 1:1 എന്ന് പറഞ്ഞ് എടുത്ത് ചെയ്യാം. അത് വേറെ മെത്തേഡുകളാണ്. ഇവിടെ ഇത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഇവിടം വരെ വന്നത് മനസ്സിലായോ? ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ എന്ന റിലേഷൻ കിട്ടി. അത് കിട്ടാനുള്ള ടെക്നിക്ക് എപ്പോഴും ഇങ്ങനെയാണെന്ന് കാണാതെ പഠിക്കുക. ആദ്യം ഇതും ഗുണിക്കുക മൈനസ് ഇതും ഗുണിക്കുക ഈക്വൽ ടു ഇതും ഗുണിക്കുക മൈനസ് ഇതും ഗുണിക്കുക. അപ്പോൾ വേഗം ആ റിലേഷനിലേക്ക് എത്താം. അപ്പോൾ എനിക്ക് ഒരു പുരുഷന് തുല്യം ഒരു സ്ത്രീ, അതായത് പുരുഷൻ്റെ അതേ എഫിഷ്യൻ്റാണ് സ്ത്രീയും. രണ്ടുപേരുടെ എഫിഷ്യൻസി 1:1 എന്ന് മനസ്സിലാക്കാം. ഇനി 8 പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ. ഞാൻ ഈ ഒന്നാമത്തെ റിലേഷനെ ഇങ്ങോട്ട് എടുത്തെഴുതി. അതാണ് ഈ കണ്ടേക്കുന്നത്. ഇതിനെ മുഴുവനായിട്ട് പുരുഷനിലേക്ക് മാറ്റാൻ പോവുക. കാരണം 8 പുരുഷൻ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് അറിയണമെങ്കിൽ പുരുഷനിൽ ഒരു റിലേഷൻ വേണം. എന്നാലേ അത് വെച്ച് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ പുരുഷനിലേക്ക് മാറ്റുവാണെങ്കിൽ 4 പുരുഷന് തുല്യം 4 പുരുഷൻ തന്നെ, 8 സ്ത്രീക്ക് തുല്യം 8 പുരുഷനാണ്. കാരണം ഒരു സ്ത്രീക്ക് തുല്യം ഒരു പുരുഷനാണ് ആണ്. അപ്പോൾ ഇതാകെ 12 പുരുഷന്മാർ ചെയ്യുന്ന ജോലിക്ക് തുല്യമാണ്. 12 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് മനസ്സിലായി. 12 പുരുഷന്മാർ 10 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് കണ്ടുപിടിക്കാം. സോ ആൻസർ 15 ദിവസം ഉത്തരം കിട്ടും. ഓക്കെ ആണോ? മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC എന്നിവർക്ക് യഥാക്രമം 20, 30, 60 ദിവസത്തിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും. ഓരോ 3-ാം ദിവസവും BC എന്നിവർ സഹായിച്ചാൽ Aക്ക് എത്ര ദിവസത്തിൽ ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും? വുമൺ CPOയുടെ ക്വസ്റ്റ്യൻ ആണ്. നല്ല ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Aക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും മക്കളെ? 20 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. Bക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും? 30 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ Bക്ക് പറ്റും. Cക്ക് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും? 60 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. അപ്പോൾ ആകെ ജോലി കണ്ടുപിടിക്കാമല്ലോ. ഈ 3ൻ്റെ LCM എത്രയാ? 60. അതാണ് ആകെ ജോലി. എഫിഷ്യൻസി 60/20 3, 60/30 2, 60/60 1 അല്ലേ? ശരി, ഇത്ര അറിയാം. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി പറ. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്രയാ? അത് 6 ആണ്. ആണോ? ആണ്. ഇനി 1-ാം ദിവസം ആരാ ജോലി ചെയ്യുന്നത്? 1-ാം ദിവസം ജോലി ചെയ്യുന്നയാൾ എ ആണ്. ആണോ? കാരണം എല്ലാ 3-ാം ദിവസവും ബിയും സിയും സഹായിക്കും. അപ്പോൾ 1-ാം ദിവസം എ മാത്രം ജോലി ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട് എ എത്ര ജോലി തീർക്കും? 3 ജോലി തീർക്കും. കാരണം എയുടെ എഫിഷ്യൻസി 3 ആണ്. 2-ാം ദിവസം ജോലി ചെയ്യുന്നയാൾ ആരാ? 2-ാം ദിവസം ജോലി ചെയ്യുന്നതും എ തന്നെയാണ് അല്ലേ? അപ്പോൾ 2-ാം ദിവസം കൊണ്ടും എ 3 ജോലി തീർക്കും. എന്നാൽ 3-ാം ദിവസം ജോലി ചെയ്യുന്ന ആരാ? 3-ാം ദിവസം ജോലി ചെയ്യുന്നത് എ ജോലി ചെയ്യും, ബിയും സിയും സഹായിക്കും. അപ്പോൾ എയും ബിയും സിയും ചേർന്ന 3-ാം ദിവസം ജോലി ചെയ്യുന്നത് അന്ന് 6 ജോലി തീരും. കാരണം 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 6. വീണ്ടും 4-ാം ദിവസം ജോലി ചെയ്യുന്നത് എ തന്നെയാണ് അല്ലേ? ആ 4-ാം ദിവസം കൊണ്ട് 3 ജോലി തീരും. 5-ാം ദിവസം ജോലി ചെയ്യുന്നതും എ തന്നെയാണ്. അന്നുകൊണ്ട് വീണ്ടും 3 ജോലി തീരും. 6-ാം ദിവസം ജോലി ചെയ്യുന്നത് എയും ബിയും സിയും ചേർന്നാണ് അല്ലേ? അന്ന് വീണ്ടും 6 ജോലി തീരും. ആണോ? അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓരോ 3 ദിവസം കൂടുന്തോറും 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും അല്ലേ? ഓരോ 3 ദിവസം കൂടുന്തോറും 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 ദിവസത്തിൻ്റെ ഇൻ്റർവെൽസിൽ 12 ജോലി വീതം തീർന്നുകൊണ്ടിരിക്കും.
ആകെ എത്ര ജോലി തീരാനുണ്ട്? 60 ജോലി. എങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 3 ദിവസം കൊണ്ട് 12 ജോലി തീരുമെങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ 3 ദിവസം കൊണ്ട് 12 ജോലി തീരുമെങ്കിൽ 60 ജോലി തീരാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കാൻ ആക്ച്വലി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇനി അതൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഈ 12 60 ആകാൻ ഇൻറ്റു 5 ചെയ്യണം അല്ലേ? അതേ 5 ഇവിടെ ചെയ്താൽ മതി. സോ 3 ഇൻറ്റു 5 15 ദിവസം എന്ന് കിട്ടും. ആൻസർ 15 ദിവസം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്ത ടെക്നിക്ക് 3 ദിവസം കൊണ്ട് 12 ജോലി അല്ലേ? 60 ജോലി തീരെ എത്ര ദിവസം എന്ന് അറിയണം. 12 ഇൻറ്റു 5 അല്ലേ 60. അപ്പം 3 ഇൻറ്റു 5 ചെയ്താൽ മതി. ആൻസർ 15 ദിവസം, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 15 ദിവസം എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ശരി. അപ്പം അടുത്ത ചോദ്യം ചെയ്യാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലുവിന് തന്നെ 10 ദിവസം വേണം. ആണോ? രാമുവിന് തന്നെ 15 ദിവസം വേണം. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നാണ് ചോദ്യം. സോ ബാലുവും രാമുവും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം x/y ഡിവൈഡഡ് ബൈ x+y ഡേയ്സ്. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം നമ്മളിത് പലപ്പോഴായിട്ട് ചെയ്തു അല്ലേ? 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 25, 150/25 നമുക്ക് 6 ദിവസം എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അല്ലേ? നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.